ഈ സീറ്റ് ബെൽറ്റ് ഇടാതെ കാറിൽ സഞ്ചരിച്ചതിൻ്റെ പേരിൽ CR മഹേഷ് MLA കരുനാഗപ്പള്ളി അദ്ദേഹത്തിനെതിരെ ഒരു റീല് പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും ഒന്നും സീറ്റ് ബെൽറ്റ് ഇടാതെ സഞ്ചരിക്കുന്ന ഒരു റീലാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം അതിൽ ഖേദവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് ഞാൻ നേരത്തെ ചെയ്തതാണ്. ഉമ്മൻചാണ്ടി നടന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ സംഭവം നടന്നത്. ഉമ്മൻചാണ്ടിയെ കാണാൻ പോയതാണ്. ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പോയതാണെന്ന് തോന്നുന്നു. അതെ, അത് പോയ സമയത്ത് സംഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടുണ്ട്. ഇതിനകത്തൊരു വലിയ തമാശയുണ്ട്. ഈ കാറിൽ ഈ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ പൊന്നത്തെ സീറ്റിൽ നമ്മുടെ ചാണ്ടി ഉമ്മൻ ഇരിക്കും. ഈ CR മഹേഷിൻ്റെ ഒരു വിഷ്വൽ പുറത്തു വന്നപ്പോഴേക്കും അദ്ദേഹം മാപ്പ് പറഞ്ഞു. അതിനുള്ള പിഴ ഞാൻ അടച്ചിട്ടുണ്ട് ട്രാഫിക് ലംഘനത്തിൻ്റെ എന്ന് പറയുന്നത്, അടയ്ക്കാൻ തയ്യാറാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു വലിയ കോമഡി എന്ന് വെച്ചാൽ പുറകെ ഇരിക്കുന്ന ചാണ്ടി ഉമ്മൻ 57 ഈ ചെല്ലാൻ വന്ന് കിടക്കുന്ന ആളാണ്. ഇദ്ദേഹം വാഹനത്തെ സീറ്റ് ബെൽറ്റ് ഇടാതെ പോയതിന് നമ്മൾ മാത്രം കൊടുത്തൊരു വാർത്തയായിരുന്നു. നമ്മൾ മാത്രമായിട്ട് കൊടുത്തൊരു വാർത്തയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സഹോദരി അച്ചു ഉമ്മൻ്റെ പേരിലുള്ള വണ്ടിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, അല്ലേ? അതെ. ആ വണ്ടിക്കകത്ത് 2023 ജൂലൈ മുതൽ ഈ 2026 ജൂലൈ വരെ 57 പെറ്റിയാണ് വന്നിരിക്കുന്നത്. ഭൂരിപക്ഷവും സീറ്റ് ബെൽറ്റ് ഇടാത്തതാണ്. 43 എണ്ണം സീറ്റ് ബെൽറ്റ് ഇടാത്തതാണ്. ഇദ്ദേഹമാണ് അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. ഇത് ഒരു 3 എണ്ണത്തിനെങ്ങാണ്ട് ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇടാത്തതുണ്ട്. അമിത വേഗത്തിനുണ്ട് 10 തവണ 1500 രൂപ. പിന്നെ ഈ മോഡിഫിക്കേഷൻ ഫ്രണ്ടിലെങ്ങാണ്ട് ഏതാണ്ടൊരു ബമ്പർ പോലെ സാധനം കൊണ്ട് വെച്ചതിന് 5000 രൂപ വേറെ. എല്ലാം കൂടെ ചേർത്ത് ഞാൻ കുത്തിയിരുന്ന് കണക്ക് കൂട്ടിയത് 42,000 രൂപ പിഴ അദ്ദേഹം അടയ്ക്കാറുണ്ട്. CR മഹേഷ് ഇപ്പോൾ ഒരു വീഡിയോ വന്നപ്പോൾ അദ്ദേഹം ക്ഷമ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടെ ചെയ്യണം. അപ്പോൾ പുറകെ ഇരിക്കുന്ന ചാണ്ടി ഉമ്മനോട് പറയണം, ഈ 42,000 രൂപ ഒന്ന് അടച്ചേക്കാൻ, പെട്ടെന്ന് അടയ്ക്കാം. അത് മാത്രമല്ല, സീറ്റ് ബെൽറ്റ് ഇടാതെ ചാടാൻ നിൽക്കരുത്, സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് പോകണം. പൊതുപ്രവർത്തകരാണ്, എപ്പോഴും നിങ്ങളൊരു നല്ല സന്ദേശം നൽകേണ്ടവരാണ്. ഇവരെല്ലാവരും ആത്യന്തികമായി റീൽസ് ലക്ഷ്യമാക്കിയാണല്ലോ, കാരണം ഇറങ്ങുന്ന സ്ലോ മോഷനിലാണല്ലോ. അതെ. അപ്പോൾ ഈ ബെൽറ്റ് ഊരാൻ 1 മിനിറ്റ് സെക്കൻഡ് സമയം എടുക്കുമെന്നുള്ളതുകൊണ്ടായിരിക്കാം ഈ അതിൻ്റെ ഒരു പഞ്ച്, അതിൻ്റെ മാസ് എൻട്രി അതിന് ചിലപ്പോൾ ശക്തി കുറഞ്ഞു പോകുന്ന സംശയം കാണുന്നത്. ഈ ആവനാഴി സിനിമയുടെ 2ാം ഭാഗം ഇൻസ്പെക്ടർ ബൽറാം, അത് മമ്മൂട്ടിയുടെ ഒരു എൻട്രി ഉണ്ട്. അത് മമ്മൂട്ടി ഡ്യൂപ്പില്ലാതെ ചെയ്തതാണ്. അതായത് ഈ നഗരം കത്തിയെരിയുമ്പോൾ പോലീസ് ജീപ്പ് പാഞ്ഞു വരുന്നു. ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് എടുത്ത് റോഡിലേക്ക് ചാടി തല കുത്തി മറിഞ്ഞ് നേരെ വരുന്ന ഒരു സീനാണ് അതിനകത്ത്. മമ്മൂട്ടി ഡയറക്റ്റ് ചെയ്തത്. സാധാരണ പുള്ളി ഡ്യൂപ്പിനെ വെച്ചാണ് ചെയ്തത്, പക്ഷേ ഇത് പുള്ളി തന്നെയാണ് ചെയ്തത്. എന്ന് പറഞ്ഞ പോലെ ഈ ജീപ്പ് നിർത്തുന്നതിന് മുമ്പ് എടുത്ത് ചാടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. ഇവർക്കും അത് തന്നെയാണ് ഉദ്ദേശം. വണ്ടി അങ്ങോട്ട് വരിക, ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്യുമ്പോഴേ ഡോർ തുറക്കുക, എടുത്ത് ചാടുക, റീൽസ് അടിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ ഇത് ഞാൻ പറയാം, ഞാൻ പത്തനംതിട്ട ടൗണിലൂടെ പോവുകയാണെങ്കിൽ ഈ ഭരിക്കുന്നത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ, ആര് വേണേലും ഭരിച്ചോട്ടെ, പോലീസ് അവിടെ നിന്നോട്ടെ, ഒരൊറ്റ കതർധാരികളും ഹെൽമറ്റ് വെക്കത്തില്ല. ഒറ്റ ഒരാളും വെക്കത്തില്ല. അത് CPM-കാരും വയ്ക്കില്ല, കോൺഗ്രസ്സുകാരും വയ്ക്കില്ല. ഇവരുടെ പടവെടുക്കും, പെറ്റി അടിക്കുമായിരിക്കും. ഇനി അഥവാ ഹെൽമെറ്റ് എവിടെയെന്ന് പോലീസുകാരൻ ചോദിച്ചാൽ നിന്നെ ഞാനിപ്പോൾ കാസർഗോഡിന് സ്ഥലം മാറ്റും എന്ന് കയറി കാച്ചിക്കളി. അത് ഒരു സ്ഥിരം പ്രവണതയാണ്. ഞാൻ പത്തനംതിട്ട ടൗണിൽ കണ്ടിട്ടുള്ള മിക്ക നേതാക്കന്മാരും ഹെൽമെറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്നത്. ഇവരൊക്കെ അറിയാലോ, കാഴ്ച ഒരിക്കൽ ബ്യൂട്ടി പാർലറിൽ മുടിയൊക്കെ വെട്ടി നടക്കുന്നതാണ്. അതെ, ബൈക്കിലിരിക്കുമ്പോൾ അത് മാത്രമല്ല, പൊതുജനത്തെ കാണണ്ടേ? ഹെൽമെറ്റ് വെച്ച് വന്ന ആരാണെന്ന് എങ്ങനെ അറിയും? ഇത് ഈ പൊതുജനങ്ങളെ കാണുമ്പോൾ കൈ പൊക്കി കാണിക്കണം, ഇത് കാണിക്കണമെങ്കിൽ ഇത് പോലീസുകാരെ ഈ കൈയൊക്കെ പൊക്കി കാണിച്ചിട്ട് ഇവരങ്ങ്. അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിക്കും എന്താണ് പൊതുപ്രവർത്തകർ എന്താ ചെയ്യേണ്ടത്? മാതൃക കാണിക്കേണ്ടവർ. പക്ഷെ അവർ കാണിക്കുന്നത് എന്താണ്? ഇതാണ് കാണിക്കുന്നത്. ഇവരെന്നിട്ട് വേറെ ആൾക്കാരുടെ അടുത്ത് ചെല്ലും, വേറെ ആൾക്കാരെയും കൊണ്ട് സ്റ്റേഷനിൽ ചെല്ലും. സാറേ ഹെൽമെറ്റ് വെക്കാം, അവന് പെറ്റി വന്നു സാറേ, അതൊന്ന് കുറവ് ചെയ്യണമെന്നുണ്ട്. അതാ ഇവൻ എങ്ങനെയാ വരുന്നതെന്ന് അറിയാമോ? ഈ ഹെൽമെറ്റ് അല്ല, ഈ ഇടയ്ക്ക് അത് ഒരു പയ്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി സ്വയം കാർ ഓടിച്ചു വന്നു എന്ന് പറഞ്ഞാൽ വഴിയടിച്ചു കൊടുത്ത കഥ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ. ഇവർക്കല്ല ഈ ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് ആൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ, അത് അവഗണിക്കുന്നതുകൊണ്ടാണ്? അത് വളരെ വിചിത്രമാണ്. നമ്മുടെ രാജ്യത്ത് മാത്രമാണ്. വിദേശ രാജ്യങ്ങളിൽ ട്രാഫിക് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ കർശനമാണ്. അവിടെ ആർക്കും ഒരു ഒഴിവില്ല. ആ രാജ്യത്തെ പ്രധാനമന്ത്രി എന്നെ തെറ്റിച്ചെന്ന് പറഞ്ഞാൽ പോലും അയാൾ ഒരു പണിഷ്മെന്റ് വരും. അത് മാത്രമല്ല, അതിൻ്റെ ഫൈനെന്ന് പറയുന്നത് ചില്ലറ ഫൈനൊന്നുമല്ല. ഒരുമാതിരിപ്പെട്ട ലംഘനത്തിനൊക്കെ 10,000 രൂപ. ഇന്ത്യയിൽ നമ്മുടെ ഇവിടുത്തെ 10,000 രൂപയുടെ ഫൈനാണ് അവിടെ ഏറ്റവും കുറഞ്ഞ ഫൈൻ. അതായത് ഇവിടെ നമ്മൾ 500 രൂപ ഹെൽമെറ്റിന് വെക്കുന്നത് പോലെ അവിടുത്തെ ഏറ്റവും കുറഞ്ഞ ഫൈൻ നമ്മുടെ ഇവിടുത്തെ 10,000 രൂപയ്ക്ക് മേളിൽ പോകും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ, ഈ പൊതുപ്രവർത്തകരുടെ ഒരു വിചാരം എന്നാണ്, ഇത് ഞങ്ങളുടെ ഒരു പ്രിവിലേജ് ആണ്. അതെ, ഞങ്ങൾക്കൊന്നും ബാധകമല്ല. ഞങ്ങൾക്ക് ഹെൽമെറ്റ് വെച്ചാൽ ഞങ്ങൾ എന്തോ പിന്നെ തെറ്റ് ചെയ്ത പോലെ അവർക്ക് തോന്നുന്നു.
അല്ലെ ഞങ്ങൾ ഇതിനകത്ത് താഴെ പോയതുപോലാണ്. ഞങ്ങൾ വലിയ പദവി വഹിക്കുന്ന ആൾക്കാർ ഞങ്ങൾ താഴെ പോയതുപോലാണ് ഇവർക്ക് തോന്നുന്നത്. അല്ല, കുറച്ച് വർഷം മുമ്പ് ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വേറെ പ്രൈവറ്റ് കാറിൽ ചുവന്ന ബോർഡ് വയ്ക്കാം. സെക്രട്ടേറിയറ്റ് ഇതിൽ അവരുടെ ഉന്നതന്മാർ തന്നെയാണ് നിയമം തയ്യാറാക്കി കൊടുത്തത്, അവർ തന്നെയാണ് ആസ്വദിക്കുന്നത്. പ്രൈവറ്റ് കാറുകളിലെ ചുവന്ന ബോർഡ് വയ്ക്കും. ജോയിൻറ്റ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് കേരള അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി ഹോം ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചുകൊണ്ട് ഒരു നടക്കും. ഏതൊരു പ്രത്യേക പദവിക്ക് മുകളിലേക്ക് ബോർഡ് വയ്ക്കാം. അതിൻ്റെ ഒരു ഫയൽ ശരിയായി കൊടുത്തതും അവർ തന്നെയാണ്, അത് തന്നെ അവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിയമം ഇറങ്ങി ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ അന്ന് പത്രപ്രവർത്തക യൂണിയൻ ഭാരവാഹിയെ ശ്രമിച്ചു. അങ്ങനെ യൂണിയൻ ഓഫീസിൽ നടന്നു വരുമ്പോൾ അവിടെ ഈ 10 രൂപ കൊടുത്ത് നമ്മളിപ്പോൾ പാർക്കിംഗ് ഫീ വാങ്ങിക്കുമല്ലോ, കുറച്ച് ഈ ഹോം ഗാർഡ് എന്ന സ്ത്രീകളിൽ നിന്ന് വാങ്ങുമല്ലോ. ഇതുപോലത്തെ ചുവന്ന ബോർഡ് വെച്ച കാറുടെ കൊണ്ടുവന്നിട്ട് അത് അവധി ദിവസമാണ്, പബ്ലിക് ഹോളിഡേ ആയ ദിവസമാണ്. സെക്രട്ടറിൻ്റെ അപ്പോൾ ഇയാൾ എന്തോ ഒരു സെക്രട്ടറി എന്തോ ഒരു ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നു, അയാൾ ഡോർ അടച്ചിട്ടങ്ങ് പോകാൻ വേണം. അപ്പോൾ അവിടെ നിന്ന് ആ സ്ത്രീ സാറേ പൈസ ഞാൻ നോക്കി, ഇത്ര ഇങ്ങനെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വന്നു. കണ്ടാന്ന് ചോദിച്ചു ബോർഡ്. അവളിങ്ങനെ നോക്കി, ആ പെൺകുട്ടി ഇങ്ങനെ നോക്കി, കണ്ടു. അല്ല സാറേ പൈസ തന്നിട്ട് വേണം. ഞാൻ ആരാണെന്ന് അറിയാമോ? പിന്നെ പെർഫോമൻസ് ആയി അദ്ദേഹത്തിൻ്റെ. ഞാൻ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, സെക്രട്ടേറിയറ്റിൽ. എനിക്ക് പാർക്കിംഗ് ഫീ തരേണ്ട ആവശ്യമില്ല. ഇയാൾ ഫുൾ ഫോമിലാണ്. അപ്പോൾ ആ സ്ത്രീയുടെ അടുത്ത് വളരെ മോശമായ ഭാഷയാണ് സംസാരിക്കുന്നത്. വെച്ചാൽ ഒരു എടി വാടി പൊടി എന്ന് വിളിക്കുന്നത് പോലത്തെ ഒരു ഭാഷയാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്തായാലും നിമിഷങ്ങൾക്ക് അടുത്ത് സംഭവിച്ചത് അവിടെ നിന്ന് ഓട്ടോ ഡ്രൈവർമാർ അവിടുത്തെ കൂടി നാട്ടുകാരും കൂടി ഇയാളെ അങ്ങ് വളഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു, പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. താൻ എന്ത് കൊന്നാണെങ്കിൽ നമുക്കെന്തോന്നോ, ഞങ്ങളെല്ലാം പൈസ കൊടുത്തിട്ടാണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണ്, പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം കാരണം കുറച്ച് നേരമൊക്കെ ഒത്തിരി ഇതൊക്കെ കാണിച്ചു നോക്കി. പക്ഷേ മനസ്സിലായി, ഇടി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ പൈസ കൊടുത്ത് മുട കാണിക്കാതെ പോയി. അപ്പം ഞാനെന്നിട്ട് പിന്നീട് ഞാൻ കുറേ കഴിഞ്ഞ് വരുമ്പോൾ വണ്ടിയോടെ കണ്ടില്ല. അപ്പോൾ അയാൾ പോയി. അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, അവിടെ നിന്ന് ആ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, ഇയാൾ വണ്ടി കൊണ്ട് അപ്പോൾ അയാൾ പോകാൻ തരുന്നില്ല, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറഞ്ഞു അവസാനം. അപ്പോൾ അവിടെ ആരും ഇല്ലല്ലോ, വേറെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് പലരുടെയും ഒരു പ്രശ്നം. ഞാൻ പ്രിവിലേജാണ് എന്നുള്ളത്. ഈ ജനപ്രതിനിധികൾക്കിടയിൽ ഇങ്ങനത്തെ മാതൃകാ പുരുഷോത്തമന്മാരുണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ചാണ്ടി ഉമ്മനെ പോലെയുള്ള അത് നമ്മളത് പറയാനെന്ന് കാരണം നമ്മൾ ഈ ഹിസ്റ്ററി തപ്പാനുള്ള കാരണം എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കിത് അയച്ചു തന്നെ. അന്ന് ഈ അടൂര വിഷയം നടക്കുന്നു. എന്താണ് അടൂരിൽ മഞ്ഞ ലൈറ്റും വെച്ചുകൊണ്ട് വന്ന വാഹനം പിടിച്ച് ഫൈൻ അടിച്ചതിൻ്റെ പേരിൽ 2 MBA ഹസ്ബൻഡ് സമയത്താണ്, ഞാൻ നിങ്ങൾക്കൊരു VIP നമ്പർ തരാം, നിങ്ങളെടുത്ത് നോക്കിക്കോ, ഞാൻ ആരാന്നൊന്നും ഞാൻ പറയത്തില്ല, നിങ്ങളെടുത്ത് നോക്കിക്കോ, നിങ്ങളെടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് വാർത്തയുണ്ട് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടാണ് എനിക്ക് ഈ നമ്പർ തരുന്നത്. അപ്പോൾ ഞാനെടുത്ത് നോക്കുമ്പം അച്ചു ഉമ്മൻ എന്നുള്ള പേരിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അച്ചു ഉമ്മൻ്റെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ ഒരു 57 പേര് ഈ ചെല്ലാൻ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിതെടുത്ത് ഒരു ചെല്ലാൻ തുറന്നപ്പോൾ നോക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചാണ്ടി ഉമ്മനാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. അച്ചു ഉമ്മൻ വിദേശത്താണ്, അച്ചു ഉമ്മൻ്റെ പേരിലാണ് വണ്ടി എന്നേ ഉള്ളൂ, ഉപയോഗിക്കുന്നത് ചാണ്ടി ഉമ്മനാണ്. 57 ചെല്ലാനുണ്ട്, 42,000 രൂപ കൊടുക്കാനുണ്ട്. അതെ, ഇത് അടച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ വാർത്ത വന്നു, പലരും വന്ന് നമ്മളെ ചീത്തയൊക്കെ വിളിച്ചു. ഇവിടെ അച്ചു ഉമ്മൻ്റെ വണ്ടിയിൽ എങ്ങനെയാണ് ചാണ്ടി ഉമ്മന് പെറ്റി വരുന്നതെന്ന് ചോദിക്കും. ചാണ്ടി ഉമ്മ ഉപയോഗിച്ചാൽ ചാണ്ടി ഉമ്മനല്ലേ, വണ്ടിക്ക് പെറ്റി വരുമ്പോൾ ചാണ്ടി ഉമ്മനല്ലേ അത് അടയ്ക്കേണ്ടത്. ചാണ്ടി ഉമ്മൻ അടച്ചിട്ടില്ല, അങ്ങനെ പെറ്റി അടയ്ക്കാതെ ചാണ്ടി ഉമ്മനാണ് ഇനി ഇത് ചാണ്ടി ഉമ്മൻ്റെ വണ്ടിയാണോ എന്ന് പോലും അറിയില്ല. അങ്ങനെ അറിയാം, കാരണം ഇവർക്ക് സ്ഥിരം പെറ്റിയാണ്. ഒരു ദിവസമൊക്കെ എത്ര പെറ്റിയപ്പോൾ ഇങ്ങനെ വരുമെന്നറിയാമോ? ഇപ്പം അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം, അന്ന് ഈ അടൂര വിഷയത്തിൽ വെള്ളപ്പൊക്ക പ്രളയ രക്ഷയ്ക്ക് പോയ വണ്ടി പിടിച്ച് പെറ്റി അടിച്ചു എന്നല്ല. അന്ന് നമ്മൾ പറഞ്ഞത് ജനസേവകനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പെറ്റി ഒഴിവാക്കി കൊടുക്കണം. ആരുടെ? ഈ പിന്നെ ചാണ്ടി ഉമ്മൻ. അദ്ദേഹം ജനങ്ങളെ സേവിക്കാൻ പോയതല്ല, ജനങ്ങളെ സേവിക്കാൻ പോയതിന് പെറ്റി അടിക്കുന്ന കഷ്ടമാണ്, അത് ഒഴിവാക്കി കൊടുക്കണമെന്നൊക്കെയാണ് നമ്മൾ. എന്താണെങ്കിലും ശരി, ജനപ്രതിനിധിമാർക്കിടയിൽ വ്യത്യസ്തനാണ് CR മഹേഷ്, നമുക്കറിയാം അല്ലേ? എല്ലാ കാര്യത്തിലും. അതായത് അദ്ദേഹം ആദ്യത്തെ തവണ അദ്ദേഹം അവിടെ ജയിക്കുന്നത് പോലും വളരെ, ആദ്യം അവിടെ മത്സരിക്കുന്നു, ദയനീയമായി തോൽക്കുന്നു. അദ്ദേഹം മണ്ഡലം വിട്ട് പോകുന്നില്ല, ആ മണ്ഡലത്തിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ തവണത്തെ പിണറായി കൊടുങ്കാറ്റിൽ എല്ലാവരും തോറ്റപ്പോൾ മഹേഷ് ജയിച്ചത് മാത്രമല്ല, ഇത്തവണ പിന്നെ മഹേഷിന് അവിടെ എളുപ്പമായിരുന്നു. ആ മഹേഷ് അവിടുത്തെ എല്ലാ വീടുകളിലും ഒരു അംഗത്തെ പോലെ ആയിരുന്നു. വളരെ മികച്ച ഒരു സംഘാടകനാണ്, നല്ലൊരു ചെറുപ്പക്കാരനാണ്. അതുപോലെ തന്നെ KPCCയുടെ കലാസാഹിതി എന്ന് പറയുന്ന അതിൻ്റെ ചെയർമാനും ഒക്കെയാണ്. എല്ലാ കലാരൂപങ്ങളുമായിട്ട് ബന്ധമുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്ന ഒരു വീഡിയോ വന്നു. ഇത് പറയുമ്പം വീണ്ടും പറയണം, നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ രമേശ് ചെന്നിത്തലയെ കാണാൻ പിന്നെ ഹെൽമെറ്റ് ഇല്ലാതെ പോയി, സ്കൂട്ടർ ഓടിച്ചു. അതിൻ്റെ പിഴ ഇതുവരെ അടച്ചിട്ടില്ല. അത് ഇന്നലെ വീണ്ടും വാർത്തകളിൽ നിറയുന്നേ കണ്ടു. അപ്പോൾ ഇങ്ങനെ ചിലർക്ക് മാത്രം ഒരു പ്രിവിലേജ് കൊടുക്കുന്നതിനെതിരെ ജനങ്ങൾ ഇങ്ങനെ പ്രതികരിക്കാറുണ്ട്. അത് ഒരിക്കലും അങ്ങനെ ഒരു രീതി നല്ലതല്ല. CR മഹേഷിൻ്റെ ഈ ക്ഷമാപണം അദ്ദേഹം ഒരു മികച്ച മാതൃകയാണ് ഇതിൽ കാട്ടുന്നത്. അതെ, ജനപ്രതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേറെ കൊമ്പൊന്നുമില്ല. തെറ്റ് ചെയ്താൽ പിഴ വന്നാൽ പിഴ അടയ്ക്കുക തന്നെ വേണം.
സി ആർ മഹേഷ് ഒരുപക്ഷെ അദ്ദേഹം നേരത്തെ അടച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടച്ചിട്ടില്ലെന്നാണ് ഒന്നെങ്കിൽ ഞാൻ അടയ്ക്കാൻ തയ്യാറാണ് എന്നും പറയുന്നു. അതെ, അടച്ചു കാണും. ഇതിൻ്റെയൊക്കെ പഴയ നേരത്തെ വന്ന് കാണും, അടച്ചും കാണും. എന്തായാലും ഇപ്പോഴായിരിക്കും അത് ആ റീൽസ് ആരെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും വളരെ നല്ലൊരു തീരുമാനം. ചാണ്ടി ഉമ്മൻ കൂടി ഈ തീരുമാനം കണ്ടിട്ട് അദ്ദേഹത്തിനുള്ള പെറ്റി കൂടി അടച്ച് മാതൃക കാണിക്കും.